ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഈ മീഡിയയിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന അവസരത്തെ ഓർത്ത് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ മീഡിയയിൽ എന്നെ വാച്ച് ചെയ്യുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സോണുകളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് അനുസരിക്കുന്നത് യാഗം എന്നുള്ള സബ്ജക്റ്റിനെ സംബന്ധിച്ചാണ് നിങ്ങളുമായിട്ട് ദൈവവചനം ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അനുസരണം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ്. ദൈവത്തിന് സ്തോത്രം. അനുസരണത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അവിടെ അനുസരണം എന്ന പദം വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അനുസരണം എന്ന സബ്ജക്റ്റ് എല്ലാവരും ഊന്നി സംസാരിക്കുന്ന ഒരു പദമാണ്. ദൈവത്തിന് സ്തോത്രം. അനുസരണം കുടുംബത്തിലും, വ്യക്തികളിലും, കുഞ്ഞുങ്ങളിലും, സമൂഹത്തിലും, സഭയിലും, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ അനുസരണം എന്ന പദം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം അനുസരിപ്പിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, വചനം പറയുന്നത് ആമേൻ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലത്. അപ്പൊ അനുസരണം ഒരു യാഗമായിട്ടാണ് ഇവിടെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമാണ്. ആമേൻ, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റുന്നതിന്റെ ഒരു സബ്ജക്റ്റ് അനുസരണം എന്നുള്ള പദമാണ്. അപ്പൊ അനുസരിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ നാം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ അനുസരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചില വേദഭാഗങ്ങളും കൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവരിലും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അനുസരണം സർവ്വലോകത്തിലും അല്ലെങ്കിൽ എല്ലായിടത്തും പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ അനുസരണം ആമേൻ ഒരു വ്യക്തിയിൽ ആരംഭിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ഇടയിൽ അത് പ്രസക്തിയായി മാറുന്നു. ആ അനുസരണം മറ്റുള്ളവരുടെ ഇടയിൽ പരക്കെ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അനുസരിക്കുന്നതിനെ കുറിച്ച് എല്ലാവരും പ്രബന്ധവും പ്രബോധനവും ഒക്കെ നടത്തുന്നുവെങ്കിലും നമ്മുടെ അനുസരണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നായിട്ടാണ് നാം അത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അപ്പോസ്തലൻ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1-2 വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അനുസരിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്നത് അത് ന്യായമാണ്, അത് അംഗീകരിക്കുവാൻ യോഗ്യമാണ്, അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രായമായാലും എത്ര പ്രായം കുറഞ്ഞവരായാലും നാം ദൈവത്തെ അനുസരിക്കണം, ദൈവവചനത്തെ അനുസരിക്കണം, ദൈവവചനപ്രകാരം ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ നാം അനുസരിക്കുമ്പോൾ അതൊരു യാഗമായിട്ട് മാറുകയാണ്. അനുസരണത്തിലൂടെ നാം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എഫെസ്യ ലേഖനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അപ്പോൾ ഇവിടെ കൽപ്പനകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അപ്പനും അമ്മയ്ക്കും യാതൊരു വിലയില്ലാത്തൊരു കാലഘട്ടമാണ്. അവരെ ബഹുമാനിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. നാം അങ്ങനെ ബഹുമാനിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന നാം നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരെ സേവിക്കുകയും
അവരെ നാം നല്ലതുപോലെ പോറ്റുകയും അല്ലെങ്കിൽ അവരെ കരുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കൽപ്പന നമ്മിലൂടെ നിറവേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അനുസരണത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ചില പോയിന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അനുസരണം അനുഗ്രഹത്തിന്റെ ഒരു പടിയായിട്ടാണ് ഒന്നാമത് നമ്മൾ കാണേണ്ടത്. അനുസരിക്കുന്നത് അനുഗ്രഹത്തിന്, അത് ആരായാലും ദൈവത്തെ അനുസരിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുകയാണ്. അതുപോലെ തന്നെ അനുസരിക്കേണ്ടത് നമ്മുടെ ഒരു അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കുഞ്ഞ് ജനിച്ചു വീഴ്ന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അനുസരണം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഒരു കർത്തവ്യമാണ്, അവരുടെ ഒരു ചുമതലയാണ്. അപ്പോൾ ആ മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന ആ അനുസരണത്തിന്റെ പാതയിലൂടെ ആ കുഞ്ഞ് വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അവൻ ഗുരുക്കന്മാർക്കും സഹപാഠികൾക്കും അവൻ സമൂഹത്തിനും ഒക്കെ അനുസരണമുള്ളവനായി തീരണം. അപ്പോൾ അനുസരണമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ, വ്യക്തികൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. പല മക്കളും പല പ്രിയപ്പെട്ടവരും ഇന്ന് പല മാതാപിതാക്കൾക്കും സമൂഹത്തിനും വലിയ തലവേദനയായി മാറുമ്പോൾ അനുസരണം അത് നമ്മുടെ അവകാശമായിട്ട് നാം മനസ്സിലാക്കി അത് ഞാൻ ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്. അത് ഞാൻ ചെയ്യുന്നതിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തുകയാണ് ചെയ്യുന്നത് എന്ന് നാം അതിലൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അനുസരണം നമ്മിൽ വെളിപ്പെട്ടു വരേണ്ട ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. അനുസരണം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാകേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അനുസരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അനുസരണം നമ്മളെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നാം ചിന്തിക്കേണ്ടത് ഹല്ലേലൂയ സ്തോത്രം, മറ്റൊരില്ലാത്ത ചില ഗുണങ്ങൾ, മറ്റൊരില്ലാത്ത ചില പ്രത്യേകതകൾ നമ്മിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നാം വളരെ അശാന്തം പരിശ്രമം ചെയ്യണം. നാം നല്ല നിലയിൽ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ നാം ജീവിതം നയിക്കുന്നതിലൂടെ നാം അനുസരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നാം മാറുകയാണ്. അനുസരണം നാം പഠിക്കേണ്ടതാണ്. അനുസരണം നാം മറ്റുള്ളവരിൽ നിന്ന് പഠിക്കേണ്ട, അവരെ കണ്ടു പഠിക്കണം, അവരെ ശ്രദ്ധിച്ച് പഠിക്കണം. അത് മാത്രമല്ല, നമ്മുടെ യേശു കർത്താവ് അനുസരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ നാം ചിന്തിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഏറ്റവും നല്ല ഒരു ജീവിത അനുഭവത്തിലേക്ക്, അനുസരണത്തിന്റെ അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ നമ്മൾ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് നാം ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. നാം അനുസരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ആ അനുസരണത്തിന്റെ പാതയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയണം. നമുക്ക് എന്തെല്ലാം നമ്മൾ അനുസരിക്കണം? മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ അനുസരിക്കണം, നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ അനുസരിക്കണം. അത് മാത്രമല്ല, ഈ ലോകവും സകലം ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തെയും നമുക്ക് കൂടുതലായിട്ട് അനുസരിക്കുവാനും ആ ദൈവവചനപ്രകാരം ജീവിക്കുവാനുള്ള വലിയ അനുസരണ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നാം അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവവചനം എന്ത് പറയുന്നു? അതിനെക്കുറിച്ച് അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കോപം നമ്മിലേക്ക് വെളിപ്പെടുന്ന കാര്യവും വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായം, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവന്റെ മേൽ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വ്യർത്ഥ സംസാരങ്ങൾ ഇടപെടുന്നത് കൊണ്ട് നാം ഹല്ലേലൂയ സ്തോത്രം, ദൈവകോപം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വ്യർത്ഥ കാര്യങ്ങൾ ഇടപെടുക, വ്യർത്ഥ കാര്യങ്ങൾ നാം പ്രവർത്തിക്കുക, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കൂട്ടുനിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കോപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രിയരെ, ദൈവ കോപത്തിന് ഒരിക്കലും നാം ഒരു പാത്രമായി തീരാതെ ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നാം ഒഴിഞ്ഞ് ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവത്തെ ബഹുമാനിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും ഞാനും നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ കർത്താവിൽ നിന്നുള്ള ശാപമോ കോപമോ നമുക്ക് കേൾക്കാതെ നമ്മുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുന്നത്. വിശുദ്ധ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഓർപ്പിക്കുക, 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നമ്മുടെ കർത്താവ് അനുസരണം പഠിച്ചു, കഷ്ടങ്ങളിൽ അനുസരണം പഠിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ നോക്കിയാൽ യേശു കർത്താവ് 30 വയസ്സുവരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരുന്നു. തുടർന്നുള്ള 3.5 വർഷക്കാലം യേശു കർത്താവ് താൻ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. തന്നെ ഉപദ്രവിക്കുന്നവരുടെ നടുവിൽ, തന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ, ദുഷിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുകയും അടിക്കുകയും തുപ്പുകയും ചെയ്യുന്നവരുടെ മുമ്പിലൊക്കെ താൻ പിതാവായ ദൈവത്തിൻ്റെ അനുസരണം തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയരെ, യേശു ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃകയാണ് കാണിച്ചതെന്ന്. ആ കർത്താവ് അനുസരണം
ആമേൻ പഠിച്ച് അതിൽ തികഞ്ഞവനായെങ്കിൽ ആ അനുസരണത്തിൻ്റെ പാതയിലേക്ക്, ആ അനുസരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ആമേൻ നിങ്ങളും ഞാനും അനുസരണമുള്ള, അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന, അവൻ്റെ വചനത്തെ അനുസരിക്കുന്ന ആമേൻ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുസരണം അത് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ, അനുസരണം അത് നമ്മുടെ ജീവിതത്തിൽ അത് ദൈവകൽപ്പന നിവർത്തിക്കുന്നതിന് കാരണമായി തീരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.